ആകാശത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഒരു ആയത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار كان يمسح وجهه كان يمسح النوم من وجهه ويقول എന്നാണ് മുഹദ്ദിസുകൾ പറയുന്നത്. മുഖത്തെ ഉറക്കത്തെ കൈകൊണ്ട് തുടച്ചിട്ട് ഈ ആയത്ത് ഓതും, ആകാശത്തേക്ക് നോക്കിയിട്ട് ഓതും. ഇത് നമുക്കും സുന്നത്താണ്. ഇപ്പൊ ആകാശം കാണുന്നുണ്ട്. രാത്രി എഴുന്നേറ്റാൽ ഈ ആയത്ത് ഓതും, എല്ലാ ദിവസവും ഓതും. ആയത്തോതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും കേവലം നാവ് കൊണ്ട് ചലിപ്പിക്കുകയല്ല, മനസ്സിൽ ആ അർത്ഥം വരികയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതാണ് ആയത്തിൽ പറയുന്നത്. നമുക്ക് കുറെ നേരം വെളുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയാകുന്നു, പിന്നെ നേരം വെളുക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, പകൽ അധ്വാനിക്കുന്നു എന്നതിന്റെ അപ്പുറം എന്തുകൊണ്ടാണ് രാത്രി ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് പകലുണ്ടാകുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഭൂമി കറങ്ങുന്നത്? ഇല്ല. മാഷ് നമ്മുടെ ഇമാമാണ്, മാഷ് പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചു. നമ്മൾ ബസ്സിൽ കയറിയാൽ ബസ് അനങ്ങുന്നുണ്ട്, സൈക്കിളിന്റെ മുകളിൽ കയറിയാൽ അത് അനങ്ങുമ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്നു. ഭൂമിയുടെ മുകളിൽ നമ്മളുണ്ട്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. എന്നാലും വിശ്വസിക്കണം, കണ്ണടച്ച് വിശ്വസിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണോ അത്? അതുകൊണ്ടാണ് ശാസ്ത്രം പഠിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തമായി ഉപദേശിക്കുന്ന വലിയൊരു ആയത്താണിത്. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്നതിന് ഖുർആൻ തെളിവാണ്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും. രാവിലെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത്, ഉച്ചയാകുമ്പോൾ വേറൊരു ഭാഗത്ത്, വൈകുന്നേരം വേറൊരു ഭാഗത്ത്. ശാസ്ത്രം ഒരു കാലത്ത് പറഞ്ഞ് സൂര്യൻ കറങ്ങുന്നു, ഭൂമി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ് ഭൂമി കറങ്ങുകയാണ്, അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. സൂര്യൻ വേറെ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കേണ്ട കാര്യം ഇല്ല. നമുക്ക് ചിന്തിച്ചിട്ട് വിശ്വസിച്ചാൽ മതി. ചിന്തിച്ച് ചിന്തിച്ച് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ മനുഷ്യൻ പറയുന്നൊരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. ഇതൊന്നും നമുക്ക് മനസ്സിലാകൂലല്ലോ എന്ന്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, പടച്ചവനെ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധൻ തന്നെയാണ്. ആ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറയുന്ന സുബ്ഹാനല്ലാഹ്, അത് ശാസ്ത്രജ്ഞന്മാര് പറയുന്ന സുബ്ഹാനല്ലാഹയാണ്. ആ സുബ്ഹാനല്ലാഹ് സാധാരണക്കാരൻ പറയുന്ന സുബ്ഹാനല്ലാഹയുടെ 1000 ഇരട്ടി പ്രതിഫലം ഉണ്ട്. അങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് പറയണം, ഇത് അല്ലാഹുവിന്റെ ഖുദ്റത്ത് തന്നെ. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഒരു വാഹനം കണ്ടാൽ, ഒരു മരം കണ്ടാൽ, ഒരു കല്ല് കണ്ടാൽ അതിനെക്കുറിച്ച്, ഇതൊരു കല്ലാണല്ലോ, എന്തൊരു സൗന്ദര്യമാണ് ഈ കല്ലിന്. ചുവന്ന കല്ല്, പച്ചക്കല്ല്, മഞ്ഞക്കല്ല്, വയലറ്റ് കല്ല്, ഇങ്ങനെ എന്തെല്ലാം പ്രഷ്യസ് സ്റ്റോണുകളാണ്. പേൾസും ഡയമണ്ടും സബർജദും കോമേതകവും, ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം തരം കല്ലുകളാണ്. മനുഷ്യന് അതിൽ ചിന്തിക്കാൻ പാഠമുണ്ട്. അപ്പൊ അതിങ്ങനെ ചിന്തിച്ചിട്ട് പറയണം,
വെറുതെ ഇരിക്കുമ്പോ രാഷ്ട്രീയം പറയുന്നതിന് പകരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം എന്തൊരു വിഷയത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെ ചിന്തിച്ച് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുദ്റത്ത് തന്നെ. ഇങ്ങനെ മനുഷ്യൻ സംസാരിക്കും. പടച്ചോന്റെ ഖുദ്റത്തുണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ ആ ദിക്റുകൾ നമ്മുടെ വലിയ ദിക്റുകളായി മാറുന്നു. അങ്ങനത്തെ മനുഷ്യൻ الذين يذكرون الله قياما وقعودا وعلى جنوبهم, അവരുടെ നിരുത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റാണ്. അവൻ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലാഹ് എന്ന് പറയും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അല്ലാഹു അല്ലാഹ് എന്ന് പറയും. നടത്തത്തിലും ഇരുത്തത്തിലും ഇറക്കത്തിലും കയറ്റത്തിലും എപ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ദാക്കിരീങ്ങളായ മനുഷ്യർ والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുന്നു. വലിയ മഹത്തായ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ പ്രതിഫലം കിട്ടുന്ന ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ദാക്കിരീങ്ങളായി മാറാനുള്ള ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരായി മാറാനുള്ള വഴികളാണ് ഈ ദിക്റുകളും ഫിക്റുകളും എല്ലാം. നാവ് കൊണ്ടുള്ള ദിക്റുകൾ അത് ചൊല്ലണം എന്ന് നമ്മെ പഠിപ്പിച്ച നിസ്കാരത്തിന് ശേഷം ഇത്ര ചൊല്ലണം, അതവിടെ ഇരുന്നങ്ങ് ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞ് ഒരാൾ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിയാൽ ആ ഇരുത്തം മുഴുവനും അവന് നിസ്കാരത്തിലുള്ള അതേ കൂലി തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞ് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നാ മതി, നിസ്കാരത്തിൽ തന്നെ ഉള്ള കൂലി ലഭിക്കും. നിസ്കരിക്കാൻ വേണ്ടി വന്ന് കാത്തിരിക്കുന്ന ഒരാൾ ജമാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ കാത്തിരിപ്പിനും നിസ്കാരത്തിന്റെ കൂലി തന്നെ അവന് ലഭിക്കും. വന്ന് നേരത്തെ പോയോ, ജമാഅത്തിന് ഇനിയും സമയമുണ്ടോ എന്നിങ്ങനെ വാച്ചിൽ മാറി മാറി നോക്കേണ്ട കാര്യമില്ല. എത്ര മിനിറ്റ് കൂടുതൽ കിട്ടിയാലും അത്രയും കാര്യമാണ്. മനുഷ്യൻ പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം. ഇന്ന് ഉസ്താദ് ഇവിടെ വരും എന്ന് പറഞ്ഞു, അതിന്റെ പേരിലാണ് പരിപാടിക്ക് പോയത്. കഷ്ടപ്പെട്ട് വരണ്ടില്ലായിരുന്നു എന്നൊരാൾക്ക് തോന്നിപ്പോയാൽ സംഗതി വരികയും ചെയ്തു, കൂലി കിട്ടാതെ ആയിപ്പോയി. മറിച്ച് ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വന്നത്. അൽഹംദുലില്ലാഹ് വരാതെയും അവിടെ ഇരിക്കാൻ കഴിഞ്ഞു. അപ്പൊ 2 കൂലിയായി. ഒരാള് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതിന്റെ ഒരു കൂലിയും വരാതിരുന്നതിന് ക്ഷമിച്ച മറ്റൊരു കൂലി. ഇങ്ങനെ ചെയ്തു പോകുന്ന കാര്യങ്ങളെ മനുഷ്യൻ പോസിറ്റീവായി ചിന്തിച്ചാൽ അവന് കൂടുതലായി കൂലി കിട്ടും. എന്നാ പിന്നെ അവിടെ കുഴപ്പമുണ്ടാകൂല, കച്ചറ ഉണ്ടാകില്ല. ബസ് ക്ലീനറോട് ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പറഞ്ഞു, ബെല്ലടിക്കാൻ പറഞ്ഞു. ബസ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയാണ് നിർത്തിയത്. അതിന് അദ്ദേഹത്തോട് ശണ്ട കൂടേണ്ട കാര്യമില്ല. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ പറയും, അൽഹംദുലില്ലാഹ് എനിക്ക് 4 അടിയും കൂടെ നടക്കാൻ സാധിച്ചല്ലോ, നടത്തം എന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുമല്ലോ എന്ന് പറയാം. ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നു ഉദ്ദേശിച്ച് പറഞ്ഞ സാധനം അല്ല കിട്ടിയത്. അപ്പൊ അതിനുവേണ്ടി തിരിച്ച് കടക്കാരനോട് ചെന്നിട്ട് ശണ്ടയുണ്ടാക്കരുത്. അവിടെ ക്ഷമിച്ച അൽഹംദുലില്ലാഹ് എനിക്ക് ഇങ്ങനൊന്ന് ക്ഷമിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അല്ലാഹുവിനെ ഓർക്കും. അല്ലാഹുവിനെ ഓർക്കുന്നവൻ എല്ലാ സമയത്തും മനസ്സമാധാനം ഉണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, അല്ലാഹുവിനെ ഓർക്കുന്ന മനുഷ്യന് യാതൊരു മാനസിക ടെൻഷനും ഉണ്ടാവുകയില്ല. യാതൊരു ടെൻഷനും അവനുണ്ടാവില്ല. അവനെപ്പോഴും സമാധാനമായിരിക്കും. കാരണം എന്താണ്? അവൻ തീർച്ചയായും അവൻ വിശ്വസിക്കുന്നു അല്ലാഹു ഖളാ ആക്കാതെ ഒരു കാര്യവും തന്നെ ഭൂമിയിൽ സംഭവിക്കുകയില്ല. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്?
വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചുപോയാലും അപകടം പറ്റിയാലും കച്ചവടക്കാരൻ പാർട്ട്ണർ പറ്റിച്ചുപോയാലും എന്തു തന്നെ സംഭവിച്ചാലും അവന്റെ മനസ്സിന് യാതൊരു കുലുക്കവും ഇല്ല. എന്താ കാരണം? അല്ലാഹു തആല ഖദാക്കിയത് എവിടെ നടക്കുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നും നടക്കൂല എന്ന് ഉറച്ച മനുഷ്യന് ഖൽബിന് വലിയ സമാധാനമാണ്. അപ്പം അവൻ എന്തിനും പറയും അല്ലാഹുവിന്റെ ഖദാ ആണ്. ഇനി വരാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് എന്താണ് സംഭവിക്കാന്നുള്ളൊരു ആശങ്ക. അടുത്ത ഇലക്ഷനിൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ന ഹുക്കൂമത്ത് വന്നാൽ എന്തായിരിക്കും നാടിന്റെ ഹാല്, അങ്ങനെ ഒരാശങ്കയും മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ ഖദായിലുള്ളതേ വരികയും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ദുഃഖം ഇല്ല, വരാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ഒരു ആശങ്കയും ഇല്ല. അള്ളാഹുവിന്റെ ദിക്റാണ്. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ വരുന്ന ദിക്റാണ്. ആ മനസ്സിലേക്ക് വരാനാണ് ഈ ചിന്തകളെല്ലാം. ശുക്റും ഫിക്റും, അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടികളെ കുറിച്ചുള്ള ചിന്തകളിലൂടെ ചിന്തിച്ച് 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 അള്ളാഹുവിന്റെ മഹത്വം കണ്ടെത്തുകയും അവൻ അംഗീകരിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅ്മത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. അല്ലാഹു തആല നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള സവാബുകൾ, സ്വർഗത്തിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള കൂലിയെ പറ്റി ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നരകത്തിൽ വരാൻ പോകുന്ന അദാബുകളെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ മനുഷ്യന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നലെയും ഇന്നലെയാണ് ഓരോ ദിവസവും മരിച്ച ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് യാസീൻ ഓതുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ പുതക്കാനും ചിലപ്പോൾ പങ്കുചേരുന്നുണ്ട്. അത് കഴിഞ്ഞ മയ്യത്ത് കട്ടിൽ കയറ്റിയിട്ട് പിടിച്ചുകൊണ്ടുവരാനും ചിലപ്പോൾ ഞാൻ തന്നെ കൂടുന്നുണ്ട്. അത് കൊണ്ടുവന്ന് മസ്ജിദിൽ വെച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ കട്ടിലിൽ തന്നെ എടുത്തുകൊണ്ടുപോയി ഖബറിന്റെ അടുത്ത് വെക്കുന്നു. എന്നിട്ട് ആ ഖബറിലേക്ക് അതാ മയ്യത്തിനെ എടുത്ത് താഴോട്ട് ഇറക്കുന്നതും ചിലപ്പോൾ ഞാൻ തന്നെയാണ്. അതിൽ മൂടുകല്ലുകൾ വെച്ച് മൂടിക്കൊണ്ട് എല്ലാ സുഷിരങ്ങളും ചെളി കൊണ്ടടച്ച് അതിന്റെ മുകളിൽ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത്, മണ്ണിലേക്കാണ് മടക്കം. ഇനി ഇതാ ഒരു ദിവസം അതിൽ നിന്ന് നിന്നെ വീണ്ടും പുനരുത്ഥാനം നടത്തും, എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മഹ്ശറെ ഓർപ്പിക്കുന്ന ദിക്റുകളെല്ലാം ചൊല്ലുന്നുണ്ടെങ്കിലും സ്വന്തം മരണത്തെക്കുറിച്ച് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി തിരിച്ചു വന്നിട്ട് അങ്ങാടിയിൽ വന്ന് ഗീബത്ത് പറയുകയാണ്, നമീമത്ത് പറയുകയാണ്. എങ്ങനെയാണ് തന്റെ പാർട്ട്ണറെ പറ്റിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ നടത്തുകയാണ്. തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യനതാ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ, മരണത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. നമുക്ക് ഈമാൻ കൊണ്ടുതന്ന മഹാന്മാരെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. ഈ പൊന്നാനിയുടെ മണ്ണിലൂടെ നടക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞുപോയ മഹാന്മാരായ മഖ്ദൂമുമാർ അങ്ങകലെ യമനിൽ നിന്ന് പായക്കപ്പലിലൂടെ ഇന്ത്യയിലേക്ക് വന്ന് തിരുനെൽവേലിയുടെ തൂത്തുക്കുറിയിൽ വന്ന് അവിടുന്ന് കൊച്ചിയിലേക്ക് വന്ന് പിന്നീട് പൊന്നാനിയിലേക്ക് വന്ന് കോഴിക്കോട്ട് ചെന്ന് ഖാദിമാരുടെ ദർസിൽ ഓതിപ്പടിച്ച് അങ്ങനെ അവർ നടത്തിയ വലിയ പാരമ്പര്യമുണ്ട്. അവർ നമുക്ക് കൊണ്ടുതന്ന ഈമാൻ. ഇസ്ലാമക്കും അല്ലാഹു തആല പറയുന്നു, മനുഷ്യ, ഈമാനിനെ കുറിച്ച് നിനക്ക് വലിയ ബോധം വേണം. നിന്റെ ഈമാൻ നിനക്ക് ഓശാരമായി ലഭിച്ചതല്ല, അല്ലാഹുവിന്റെ ഔദാര്യമാണ്.
അല്ലാഹു തആല തന്നിട്ടുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കാനുള്ള ബോധം നിനക്ക് വേണം. അതനുസരിച്ചുള്ള സംസ്കാരത്തിലൂടെ തന്നെ നീ ജീവിക്കണം. സ്ത്രീകളുടെ ജീവിതത്തിലായിരുന്നാലും പുരുഷന്മാരുടെ ജീവിതത്തിലായിരുന്നാലും വിശുദ്ധ ഇസ്ലാമിന്റെ ജീവിത ശൈലിയാണ് അവർക്ക് വേണ്ടത്. അത് ഉറങ്ങുന്നതിന് വേണം, എഴുന്നേൽക്കുന്നതിനും വേണം, നടക്കുന്നതിനും ഇരിക്കുന്നതിനും വേണം, കൃഷി ചെയ്യുന്നതിനും കച്ചവടം ചെയ്യുന്നതിന് വേണം, മുടിവെട്ടുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും വേണം, കുളിക്കുന്നതിനും പല്ല് തേക്കുന്നതിനും വേണം. എല്ലാറ്റിനും ഇസ്ലാം അതാ ഓരോന്നിനും കൃത്യമായ ജീവിത ശൈലി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൈശാചിക ദുർബോധനങ്ങൾക്ക് പിന്നാലെ നീ പോകണ്ട. ഏതെങ്കിലും സിനിമക്കാരന്റെ വേഷം ജീവിതത്തിൽ പകർത്തണ്ട. ഏതെങ്കിലും സ്പോർട്സ് സ്റ്റാറുകളുടെ വേഷം കെട്ടിയിട്ട് അവസാനം ഇസ്ലാമിന്റെ വേഷത്തിൽ നിന്ന് പുറത്തുപോയി അങ്ങനെ നീ ഇസ്ലാമിന്റെ അടയാളങ്ങളെ പുച്ഛിച്ച് തന്നുന്നവരായി മാറിപ്പോകണ്ട. ഇന്ന് കണ്ടില്ലേ സഹോദരന്മാരെ, ഇബ്ലീസ് പോലും വലിയ വലിയ ടെക്നിക്കുകൾ പഠിച്ചു. ഇബ്ലീസിനെ മനസ്സിലാക്കി ഇതാ സന്യാസിമാരുടെ കുടുംബ പോലെ തലയിൽ വെച്ച് ഇബ്ലീസ് വന്ന് ഒരുപാട് ചെറുപ്പക്കാരെ വിളിച്ചു. ഒരൊറ്റ കുട്ടിയും പോകാൻ തയ്യാറല്ല. കാരണം എല്ലാവർക്കും അറിയാം ഇബ്ലീസാണ്, വഴി പിഴപ്പിച്ച് കളയും. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തു? പന്തുകളിക്കാരനെ വാടകപ്പെടുത്തു. നല്ലൊരു പന്തുകളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ വർഷം എന്റെ വേഷത്തിലൊന്ന് മുടി വെട്ടണം. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ഭ്രാന്തന്മാരുടെ ശൈലിയിൽ 4 ഭാഗവും വടിച്ചിട്ട് കാലിന്റെ മുകളിൽ കുടുമയാക്കിയിട്ടുള്ളൊരു വേഷം. അപ്പൊ പന്തുകളിക്കാരൻ ഇബ്ലീസ് കൈക്കൂലി കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു, അവൻ ആ വേഷം കെട്ടി. അപ്പൊ പിള്ളേര് മുഴുവനും അതിന്റെ പിന്നാലെ പോകാൻ തുടങ്ങി. ഇബ്ലീസ് രക്ഷപ്പെട്ടു. ഞാൻ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിലും ഈ ഒരു ട്രിക്കിലൂടെ എന്റെ വഴിയിലേക്ക് ആളെ കിട്ടി. കുട്ടികളാണെങ്കിലും അവർക്കൊന്നും അറിയില്ല, പാവം കുട്ടികളാണ്. ബാർബർ ഷോപ്പിലേക്ക് ചെല്ലുമ്പോ ചില ബാർബർമാർ ബാർബറിയന്മാരാണ്, എന്നാൽ ചില നല്ല ബാർബർമാരുണ്ട്. അവർ സുന്നത്തനുസരിച്ച് തന്നെ ചെയ്തു കൊടുക്കും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും വലിയ മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ ഇമാം തങ്ങൾ പറയുന്നു, എനിക്ക് 5 മസ്അല പഠിപ്പിച്ചു തന്നത് ബാർബറാണ്, ഒസാനാണ്. മക്കയിൽ ചെന്ന് നുസുക്ക് കഴിഞ്ഞതിന് ശേഷം മുടി വെട്ടാൻ വേണ്ടി ചെന്നു. ഒസാനോട് ചോദിച്ച്, എത്ര റിയാലിനാ വെട്ടാ? ഒസാൻ പറഞ്ഞേ, അങ്ങനെ ചോദിക്കാൻ പറ്റൂല. ലാ ജിദാല ഫിൽ ഹജ്ജി വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ബാർഗൈൻ ചെയ്യാൻ പാടില്ല, പേശാൻ പാടില്ല. ഇമാം അബൂ ഹനീഫ ഇരുന്നോ, മുടി വെട്ടിക്കോ, എന്താ ഉള്ളത് തന്നോ, പോയിക്കോ. അപ്പൊ ഒസാൻ ഓർമ്മിപ്പിച്ചു കൊടുത്തു, ഹജ്ജിന്റെ മസല അങ്ങനെ എത്ര അറിയുന്ന ആൾക്കും അവിടെ പോയാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അതിനാണ് അമീർമാരുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്നത്, ദീൻ പഠിച്ച ഇൽമുള്ള അമീർമാരുടെ നേതൃത്വത്തിൽ. അങ്ങനെ ഇരുന്നപ്പോ ഒസാൻ പറയുന്നു, ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കേ. അങ്ങനെ ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നു. അങ്ങനെ തല വെച്ചു ബാക്കിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാർബർ പറഞ്ഞു, യാ ശൈഖ്, തലന്റെ മുൻഭാഗം കാണിക്ക്. അവിടെ വെച്ചല്ലേ വടിക്കൽ സുന്നത്തുള്ളത്, അവിടെ നല്ല തുടങ്ങേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പറയുന്നു, തക്ബീർ ചൊല്ലു ശൈഖ്, അങ്ങനെ ദിക്ർ ചൊല്ലു. ഇങ്ങനെ ഓരോ കാര്യവും ഒസാൻ പറഞ്ഞു കൊടുത്തു എന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയും. അങ്ങനത്തെ നല്ല ബാർബർമാരുണ്ട്. ബാർബർമാര് തന്ന നല്ല പാരമ്പര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെട്ടിയ ബാർബർമാരുണ്ടല്ലോ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന്. അങ്ങനത്തെ നല്ല ആളുകൾ. എന്നാൽ ഇന്നത്തെ ചില ബാർബർമാര് കുട്ടികൾ ചെന്ന കടയിലിരുന്നാൽ അന്നത്തെ പന്ത് കളിക്കാരന്റെ ഫാഷൻ എന്താണോ, അല്ലെങ്കിൽ സിനിമാ സ്റ്റാറിന്റെ ഫാഷൻ എന്താണോ, അതടിച്ച് വെട്ടിക്കൊടുക്കും. കുട്ടികൾ അറിയാതെ എഴുന്നേറ്റ് വരും. അവരൊരിക്കലും കുറ്റക്കാരല്ല. ഞാൻ പല കുട്ടികളോടും പറഞ്ഞപ്പോ, ഓ
ഇത് കറാഹത്താണോ, പാടില്ലാത്തതാണോ എന്ന് ചോദിച്ചിട്ട് മുടി വെട്ടിയവരുണ്ട്. ചിലർ പകുതി വെട്ടുമ്പോ പെട്ടെന്ന് വാപ്പ വന്ന് വിളിച്ച് ഓടി പോകുന്നവരുണ്ട്. അപ്പൊ സൈഡിലൊക്കെ വെട്ടിയിട്ടുണ്ടാവും, മുകളിൽ അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് ചെറുപ്പക്കാരെങ്കിലും അങ്ങനെ മുടി വെട്ടിപ്പോയവരുണ്ടെങ്കിൽ നാളെ തന്നെ ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് കൊടുത്ത പൈസക്ക് തന്നെ അത് വീണ്ടും വെട്ടിത്തരാൻ പറയണം. ഇനി അല്ലെങ്കിൽ ഒരു പൈസയും കൂടെ കൊടുത്താൽ. നിങ്ങൾ കണ്ടോ, ഇബ്ലീസ് വേറെ ഒരു സിനിമക്കാരനെ വാടകയ്ക്ക് വിളിച്ചിട്ട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ഈ ചെറുപ്പക്കാരെ വെടിവെപ്പിക്കാൻ നോക്കിയിട്ട് ഒരു നിലക്കും കഴിയുന്നില്ല. 5 വഖത്ത് നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, അങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട് ഇവരുടെ നിസ്കാരം ഒന്ന് ബാത്തുലാക്കാൻ? സിനിമക്കാരൻ പഠിപ്പിച്ചു. സിനിമക്കാരൻ പറഞ്ഞു, ഞാനൊരു മോഡൽ പാൻസ് അത് പൊക്കിളിന്റെ താഴെ ഇറങ്ങി നിൽക്കുന്ന ഔറത്ത് മറയാത്ത ഒരു പാൻസ്, അതാകുമ്പോ ഞാനത് ഇട്ട് നടന്നാൽ ഈ ചെറുപ്പക്കാരൊക്കെ അത് ഇട്ടോളൂ. എല്ലാവരുടെ നിസ്കാരവും വെള്ളത്തിലാക്കും. ഔറത്ത് മറക്കാതെ നിസ്കാരം ശരിയാവോ? അങ്ങനത്തെ ഫാഷനുകൾ വരുമ്പോൾ അതിലൊന്നും ചിന്തിക്കാതെ തന്നെ, ദീനിനെ കുറിച്ച് ബോധമില്ലാതെ, അതിലേക്ക് ഒരിക്കലും ചിന്തിക്കാതെ കാണുന്ന ഏത് ഫാഷന്റെയും പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ശരീരത്തിൽ മാറുമറക്കാതെ എങ്ങനെ പർദ്ദ ധരിപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്ന ടൈലർമാർ, നല്ല നിസ്കാരക്കുപ്പായം അടുപ്പിച്ചു കൊടുക്കുന്നത് ടൈലർമാര് തന്നെയാണ്. തൊപ്പി തുന്നിക്കൊടുക്കുന്നതും ടൈലർമാര് തന്നെയാണ്. നല്ല നല്ല വസ്ത്രങ്ങൾ അടിക്കുന്നതും നല്ല ബുർഖകൾ അടിക്കുന്നതും ടൈലർമാര് തന്നെയാണ്. അതുകൊണ്ട് ചെയ്യുന്ന പണിക്ക് കൂലി വാങ്ങുന്നുണ്ടെങ്കിലും നല്ലൊരു നീയത്തവർക്കുണ്ടെങ്കിൽ അല്ലാഹുവിൽ നിന്ന് വലിയ കൂലി കിട്ടുന്നവരാണ്. പക്ഷേ പർദ്ദ ഒരു ഫാഷനായി മാറുന്ന കാലത്ത് പർദ്ദയാണ് ധരിക്കുന്നതെങ്കിലും ആ പർദ്ദക്കുള്ളിലൂടെ എങ്ങനെയൊന്ന് മാറി പുറത്തു കാണിക്കാം എന്നുള്ള ടെക്നോളജികൾ, ഫാഷൻ ഡിസൈനുകൾ പഠിച്ചുകൊണ്ട് അവാർഡ് വാങ്ങുന്ന ടൈലർമാരുണ്ട്. ആ ടൈലർമാരും കുറ്റക്കാരാണ്. അതോടൊപ്പം തന്നെ അത് ചിന്തിക്കാതെയോ അല്ലെങ്കിൽ കണ്ട ഫാഷനുകൾ എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ തന്നെ പകർത്തുന്ന ഉമ്മമാർ, സഹോദരിമാർ, വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നവർ, അവർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അതാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്, ഓരോ നിമിഷത്തിലും അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം, അല്ലാഹുവിനെ ഓർക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലാനുള്ള ഒരു ദിക്റുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വഅതജമ്മലു ബിഹി ഫീ ഹയാതി. വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലാനുള്ള ആ ദിക്റിൽ എന്താണ് പഠിപ്പിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി, എന്റെ ഔറത്ത് മറക്കുന്ന ഈ വസ്ത്രം എനിക്ക് നൽകിയ അല്ലാഹുവിന് ഞാൻ എല്ലാ സ്തുതികളും അർപ്പിക്കുന്നു. ഈ വസ്ത്രം കൊണ്ട് എന്റെ ശരീരത്തിന് സൗന്ദര്യം ലഭിക്കുന്ന നല്ലൊരു വസ്ത്രമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിലങ്ങ് ബരമേൽപ്പിച്ച മനുഷ്യൻ അതാ ജീവിതത്തിൽ യാതൊരു പ്രയാസങ്ങളും അനുഭവിക്കുന്നില്ല. സഹോദരന്മാരെ, നമുക്ക് ദിക്ർ ചൊല്ലാനുണ്ട്, സ്വലാത്ത് ചൊല്ലാനുണ്ട്, ദുആകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നതിന് ലഭിക്കുന്ന മനസ്സമാധാനം, നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന മനസ്സമാധാനം, ദിക്റുകൾ പെരുപ്പിക്കുന്ന ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ കൂടുതലായി ചെയ്യേണ്ടത് നിസ്കാരങ്ങളാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഫർളായ നിസ്കാരം എന്തായാലും ചെയ്യേണ്ടത് തന്നെയാണ്. അത് ജമാഅത്തായി ചെയ്യാൻ വേണ്ടി അവൻ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്. ഫർള് നിസ്കാരങ്ങളുടെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അത് വിത്റും കൂട്ടിയാൽ 50 റക്അത്താണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് 50 വഖത്ത് നിസ്കാരമായിരുന്നു. മൂസ നബി അലൈഹിസ്സലാമിനെ വഴിയിൽ കണ്ടുമുട്ടി. മൂസ നബി അലൈഹിസ്സലാമുമായുള്ള സംഭാഷണത്തിലൂടെ അല്ലാഹുമായി വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കുകയാണ്.
5 വഖ്ത് തന്നെയാണ് നമുക്ക് തരാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ 50 ആദ്യമായി കൊടുക്കുന്നത്. അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവുമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് 9 പ്രാവശ്യം മുനാജാത്ത് ചെയ്യാനുള്ള അവസരം ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. മാത്രമല്ല മൂസ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന മുത്തുനബിയുടെ കീഴിലുള്ള മുത്തുനബിയേക്കാൾ ദറജയിൽ താഴെയുള്ള അനുയായികളിൽപ്പെട്ട ആ നബിയുടെ ആ സജഷനുകൾ കേൾക്കാൻ, ചെറുപ്പക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ, വലിയവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയതാ മൂസ നബി അലൈഹിസ്സലാം അഭിപ്രായം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുന്നു. അല്ലാഹുവുമായി വീണ്ടും ഡിസ്കഷൻ നടത്തുന്നു. 5 വഖ്ത് കുറച്ചു കൊടുക്കുന്നു, വീണ്ടും 5 വഖ്ത് കുറക്കുന്നു, വീണ്ടും 5 വഖ്ത് കുറക്കുന്നു. അവസാനം 5 വഖ്ത് മാത്രമാക്കിയ സമയത്ത് വീണ്ടും ചെറുപ്പക്കാരനായ മൂസ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതും സാധിക്കൂല നബിയേ, അതും കുറച്ചുകൂടെ കുറക്കണമെന്ന് അഭിപ്രായപ്പെടുമ്പോ നേതാവിന്റെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി ചോദിക്കാൻ പറ്റൂല, 5 വഖ്ത് എന്റെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ലഭിച്ച 5 വഖ്തിൽ 17 റക്അത്താണ്. മുഅക്കദായ 10 റക്അത്തും അല്ലാത്ത റക്അത്തും കൂടെ ചേർത്താൽ 22 റക്അത്ത് റവാത്തിബ് നിസ്കാരമാണ്, 11 റക്അത്ത് വിത്റുമാണ്. എല്ലാം കൂട്ടിയാൽ 50 റക്അത്താണ്. 50 വഖ്ത് 50 റക്അത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ദിക്ർ പെരുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ നിസ്കാരമാണ് കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഫർദിന്റെ കൂടെ മുഅക്കദായ റാത്തിബുകൾ നിസ്കരിക്കാൻ എന്തായാലും നമ്മൾ സമയം കണ്ടെത്തണം. വീണ്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ അത് മുഅക്കദല്ലാത്ത സുന്നത്തുകൾ കൂടെ എടുക്കണം. വിത്ർ നിസ്കാരം എന്തായാലും 3 റക്അത്ത് നിസ്കരിക്കണം. അല്ല കൂടുതലായ ഇബാദത്ത് വർദ്ധിപ്പിക്കുകയാണ്. വയസ്സ് 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50ലേക്ക് അടുത്തു. ഉമ്മമാരും ചെറുപ്പക്കാരും എല്ലാം തന്നെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുമ്പോ ആ വിത്ർ 3-ൽ നിന്ന് 5 ആക്കാം, 7 ആക്കാം, 9 ആക്കാം, 11 ആക്കാം, അങ്ങനെ വർദ്ധിപ്പിക്കാം. അഫ്ദലുൽ അഅമാലി അദ്വമുഹാ വഇൻ ഖല്ല. നിത്യമായി ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന ഒരു ഇബാദത്തുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ഇബാദത്ത് വേണം. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല. എന്നാൽ ഒരു ദിവസം കൂടുതൽ ചെയ്യാൻ തോന്നിയാൽ അന്ന് കൂടുതൽ ചെയ്യുകയും ആവാം. പതിവാക്കാൻ കഴിയൂല എന്ന് കരുതിയിട്ട് എന്നാ പിന്നെ നിസ്കരിക്കുന്നില്ല എന്ന് കരുതുന്നവരെ പറ്റി ഇമാം അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് തങ്ങൾ പഠിപ്പിക്കുന്നു, വദാലിക ഹമാഖത്തുൻ ഉദ്മാ. അതേ ഏറ്റവും വലിയ വിഡ്ഢിത്വം. പതിവാക്കാൻ കഴിയൂല. പതിവാക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, കഴിയുന്നെന്ന് ചെയ്യുക. പക്ഷേ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്ത് എന്നും ഉണ്ടാകണം. പിന്നെ അതുപോലെ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് എന്റെ ഒരു സ്വഹാബത്ത്, ഒരു ഖൗമിന്റെ കൂടെ ഇരുന്നു കൊണ്ട് സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ദിക്ർ ചൊല്ലാൻ എനിക്ക് അവസരം കിട്ടിയാൽ വദാലിക അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇശ്റാഖിന്റെ സമയം വരെ അങ്ങിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലാൻ സാധിച്ചാൽ എനിക്ക് ദുനിയാവും ദുനിയാവിലുള്ള സർവ്വസത്തേക്കാളും എനിക്കിഷ്ടമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിച്ചു. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി. അതുപോലെ അസ്റിന്റെ ശേഷം മഗ്രിബ് വരെ ഇരുന്നുകൊണ്ട് എനിക്ക് ദിക്ർ ചൊല്ലാൻ സാധിച്ചാൽ എനിക്കത് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പ്രായമുള്ള ആളുകൾ സുബ്ഹി ജമാഅത്തിന് വന്നാൽ ഇശ്റാഖ് വരെ ഇരുന്ന് മഖ്ദൂം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കിതാബുൽ അസ്കിയായിൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായി അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ആ കാര്യങ്ങൾ ശരിക്കും നമ്മളൊന്ന് പഠിച്ചാൽ തന്നെ ആ പൊന്നാനിയുടെ പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതിന് രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് കിതാബുൽ അദ്കിയ എന്ന് പറയുന്ന നമ്മുടെ ജീവിത ശൈലി പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട്. അത് ഇവിടെ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മമ്പുറത്ത് തങ്ങളുപ്പാപ്പ ആ കിതാബിനെ കുറിച്ച് പറഞ്ഞു, നഫായിസുദ്ദുറി കിതാബുൽ അദ്കിയ ജൗഹറത്തുത് തൗഹീദി റിസ്ഖുൽ അസ്ഫിയാ ഹാദി സലാസതു ഹിഫ്ളുഹാ ഫിൽ ബാലി ഹത്താ യസൂലൽ ഇൻഗിലീസുൽ ഗാലി. സ്വാതന്ത്ര്യം കിട്ടാനാകുന്ന സമയം വരുമ്പോഴേക്ക് ഖിയാമത്തിനോടടുക്കും. അതുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ 3 കിതാബുകളും മനുഷ്യർ മനഃപ്പാടമാക്കുന്ന ഒരു സ്വഭാവമുണ്ടാകും. അതവര് ജീവിതത്തിൽ പകർത്തുന്ന സ്വഭാവമുണ്ടാകും. ജൗഹറത്തുൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട് അഖീദ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്മാരുള്ള ഒരു കാലമാണത്. അതുപോലെ തന്നെ നഫായിസുദ്ദർ അനുസരിച്ച് അവരുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. കിതാബുൽ അദ്കിയ എന്ന് പറയുന്ന വലിയ മഖ്ദൂം തങ്ങൾ ഉപ്പാപ്പ രചിച്ചിട്ടുള്ള ആ കിതാബ് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാകുന്ന കാലം വരും. ആ കിതാബുകൾ അത് റിസ്ഖുൽ അസ്ഫിയാ, ഹൃദയം ശുദ്ധിയാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണമാണ്. ആ കിതാബുൽ അദ്കിയ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കേരളീയരായ മലയാളികളായ ശാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കർമ്മശാസ്ത്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടേ നമ്മൾ ജീവിക്കാൻ പറ്റൂ. അതിനാണ് വലിയ മഖ്ദൂം തങ്ങളുടെ മകൻ മുഹമ്മദുൽ ഗസാലി തങ്ങളുടെ മകൻ ചെറിയ മഖ്ദൂം തങ്ങൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ ആദിൽ ഷാ ഭരണകൂടത്തിന്റെ കർണാടകയിലെ ആദിൽ ഷാഹി ഭരണകൂടത്തിന്റെ ഉപദേഷ്ടാവായിരുന്ന, കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ ഉപദേഷ്ടാക്കന്മാരായിരുന്ന അങ്ങനത്തെ പണ്ഡിതന്മാരായും മസ്ജിദിലെ മുദർരിസായും ഖാദിയായും ഖതീബായും ത്വരീഖത്തിന്റെ ഷെയ്ഖായും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആ മഹാപണ്ഡിതൻ രചിച്ചിട്ടുള്ള ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ നിയമമാണ്. കിതാബുൽ അദ്കിയ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയാണ്. ഇത് രണ്ടുമാണ് കേരളീയയുടെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പൊന്നാരിക്കാരായ സഹോദരന്മാരെ, ഈ സമയത്ത് പ്രത്യേകമായി ഞാൻ ഉണർത്തട്ടെ, പ്രായമെത്ര കൂടിയവരാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഈ മസ്ജിദിൽ വന്നൊരു ദർസിലിരുന്ന് ബഹുമാന്യരായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ മറ്റു മുദർരിസ്മാരുടെ നേതൃത്വത്തിൽ ദർസ് നടക്കുന്നുണ്ട്. നിങ്ങൾ വരാൻ തയ്യാറാകുമ്പോൾ ഓതിത്തരാൻ അവരെപ്പോഴും തയ്യാറാണ്. ആ വിളക്കത്തിരുന്ന പുണ്യമൊന്ന് നമുക്കും എടുത്തുകൂടെ? ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അങ്ങനെ ഇരുന്നോതിയിട്ട് ഈ കർമ്മശാസ്ത്രവും ജീവിതശാസ്ത്രവും പഠിച്ചവർ മാത്രമായി നമ്മുടെ നാടങ്ങ് മാറുകയും അങ്ങനെ ദീനിന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം നമ്മളങ്ങ് ചെലവഴിച്ചാൽ കച്ചവടത്തിന്റെയും കൃഷിയുടെയും വ്യവസായത്തിന്റെയും സമയം കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും നമ്മൾ ഇൽമിലും ദിക്റിലും ഫിക്റുമായി കഴിച്ചാൽ പിന്നെ നാട്ടിൽ യാതൊരു ഫിത്നയും ഉണ്ടാകുന്നതല്ല. ഫിത്ന പറയാൻ മനുഷ്യന് സമയം കിട്ടുകയില്ല. അത് ജീവിതത്തിലെന്ന് നമ്മൾ പകർത്തണം. ഉമ്മമാർക്കും അതുപോലെ പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഇന്നിവിടെ സ്വലാത്തിന്റെ വാർഷികമാണ്. ദിക്റും സ്വലാത്തും ചേർന്ന സമാഹാരമാണ്. മഹാന്മാര് ഏതു തരത്തിൽ ദിക്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ തുടക്കത്തിലും അവസാനത്തിലുമെല്ലാം സ്വലാത്ത് നിർബന്ധമായും ചേർത്തിട്ടുണ്ടാകും. കാരണം ഏറ്റവും വലിയ ഷെയ്ഖ്, നമ്മുടെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഷെയ്ഖ്, അത് സ്വലാത്തു അലാ റസൂലില്ലാഹ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തആല ഭക്ഷണം കഴിക്കാറില്ല, അല്ലാഹു തആല കല്യാണം കഴിക്കാറില്ല, അല്ലാഹു തആലക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല മനുഷ്യനിൽ നിന്നെല്ലാറ്റിൽ നിന്നും വളരെ വിരുദ്ധമാണ്. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽഇത്ലാഖി. മനുഷ്യരോടെല്ലാ നിലക്കും വിരുദ്ധമായ ശൈലിയാണ് അല്ലാഹുവിൻ്റെത്. എന്നാൽ അല്ലാഹുവിനോട് നമുക്ക് ചേരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. അല്ലാഹു തആല അതാ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവിന്റെ പണിയിൽ, മലക്കുകളുടെ പണിയിൽ നിങ്ങൾക്കും ചേരണമോ? നിങ്ങളും സ്വല്ലൂ അലാ റസൂലില്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ സലാമും ചൊല്ലുക. നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആലിന്റെ മേലും സ്വലാത്ത് ചൊല്ലുക. ഈ ആയത്തിറങ്ങിയ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു നബി തങ്ങളോട്, കൈഫ നസ്വല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ സ്വലാത്ത് ചൊല്ലേണ്ടത്? അല്ലാഹു തആല പറയുന്നു, ഖുലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന വചനം ചൊല്ലുകയാണ് വേണ്ടത്. ആ വചനത്തിൽ മഹാന്മാര് ചൊല്ലുന്ന സമയത്ത് അത് അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ അല്ലാഹുവിന്റെ മഹത്വങ്ങൾ കൂട്ടി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ അവിടുത്തെ മഹത്വങ്ങൾ കൂട്ടി പറയുന്നുണ്ട്. സ്വലാത്തിന് ചൊല്ലുന്ന സമയത്ത് സ്വലാത്തിന്റെ മഹത്വങ്ങൾ കൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ സ്വലാത്തു താസിയ എന്നൊരു സ്വലാത്തുണ്ട്, സ്വലാത്തു നാരിയ എന്ന് പറയുന്നൊരു സ്വലാത്തുണ്ട്, അല്ലെങ്കിൽ താസിയ എന്ന് പറയുന്നു. ഇബ്രാഹിം താസി എന്ന് പറഞ്ഞ മഹാനാണ് ആ സ്വലാത്ത് ചൊല്ലിയത്. അതുകൊണ്ടാണ് താസിയ എന്ന് പറയുന്നത്. താവിന്റെ ഒരു പുള്ളി പോയാൽ അത് നാ എന്നായി മാറും, സാന്റെ പുള്ളി താഴോട്ട് വന്നാൽ നാരിയ എന്നായി മാറും. അഥവാ തീവേഗത്തിൽ, അഗ്നിവേഗത്തിൽ, ഫയർഫോഴ്സിനെ പോലെ വലിയ ശക്തിയുള്ള സ്വലാത്താണ് ആ സ്വലാത്ത്. അതിവേഗത്തിൽ ഫലം കിട്ടുന്ന സ്വലാത്താണ്. അതുപോലെ താജുസ്വലാത്ത് എന്ന് പറഞ്ഞൊരു സ്വലാത്തുണ്ട്, നമ്മുടെ മഖാമിൽ അത് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് മഹാനായ ഷെയ്ഖ് അബൂബക്കർ ഇബ്നു സാലിം എന്ന് പറയുന്ന സാഹിബുൽ ഐനാത്ത് എന്ന് പറയുന്ന മഹാനവകൾ രചിച്ചിട്ടുള്ള സ്വലാത്താണ്. അതുപോലെ തന്നെ മശീഷിയ സ്വലാത്തുണ്ട്. അബ്ദുസ്സലാം ഇബ്നു മശീസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ ഗുരുവരെ രചിച്ചിട്ടുള്ള സ്വലാത്താണ്. സ്വലാത്തുൽ ഷെയ്ഖ് ബദവി തങ്ങളുടെ സ്വലാത്തുണ്ട്. സ്വലാത്തു ശിഫായിൽ ഇങ്ങനെ നൂറുകണക്കിന് സ്വലാത്തുകളുണ്ട്. ഏതെങ്കിലും സ്വലാത്തിന്റെ വചനങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് നമ്മളൊന്നങ്ങ് ജീവിതത്തിൽ പതിവാക്കി ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം, നമ്മൾ പിഴച്ചു പോവുകയില്ല, ബിദ്അത്തുകാരുടെ കൂട്ടത്തിൽ പെടുകയില്ല. ഹിദായത്ത് ലഭിക്കലാണ് സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് 10 സ്വലാത്ത് അല്ലാഹു തആലയുടെ വകയായി ലഭിക്കും. മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവന്റെ 10 സ്വലാത്ത് വർഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ആ സ്വലാത്തിന്റെ ഗായത്ത് ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സ്വലാത്തുകൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗായത്ത് എന്താണ്? ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ.
നിങ്ങളെ സുന്നികളാക്കി നിലനിർത്തലാണ്, ബിദ്അത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരലാണ്, അന്ധകാരത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും പുത്തനാശയത്തിൽ നിന്നും മാറിയിട്ടതാ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഹിദായത്തിന്റെ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊള്ളൂ. ഏതെങ്കിലും മുജാഹിദിന്റെ സ്വലാത്ത് ഹൽക്കുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്വലാത്ത് ഹൽക്ക നമ്മൾ കേട്ടിട്ടുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ 300 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലിയോ കേട്ടോ, സുന്നിയായി പോവും. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. ഹിദായത്ത് കിട്ടുമെന്നുറപ്പാണ്. മുറബ്ബിയായ ശൈഖന്മാരെ കിട്ടാത്തൊരു കാലത്ത് അക്സിറു സ്വലാത്ത് അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് എല്ലാ ഗുണങ്ങളും കൊണ്ടുവരും. എത്രയാണ് സ്വലാത്തിന്റെ ഫായിദകൾ എണ്ണിയിട്ടുള്ളത്? അവസാനത്തെ ഒരൊറ്റ ഫായിദ മാത്രം ഞാൻ പറയുന്നു. അതെന്താണ്? ഹുസ്നുൽ ആഖിബ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുക്സിരി സ്വലാത്ത അലാ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവൻ സ്വലാത്ത് ധാരാളമായി ചൊല്ലിക്കൊള്ളട്ടെ. നമ്മുടെ നാട്ടുകാരനാണ്, മഖ്ദൂം തങ്ങളുടെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. മമ്മിക്കുട്ടി ഖാദി അവരുടെ ശിഷ്യനായ ഉമറുൽ ഖാദി അൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിറാ. വലിയങ്കോട് ഉമർ ഖാദി തങ്ങളുപ്പാപ്പ അവർകൾ അതാ മദീനയിൽ ചെന്നുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിൽ അവിടുത്തെ മദ്ഹ് പാടി ചൊല്ലിക്കൊണ്ടതാ റൗദാ ശരീഫ് തുറന്നു കൊടുത്തില്ലേ? ആ മഹാന്റെ ചാരത്തല്ലയോ സഹോദരന്മാരെ നമ്മൾ ജീവിക്കുന്നത്? മഹാനായ നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി ഉപയോഗിക്കുന്ന നബാത്തുൽ മിസ്രി തങ്ങളുടെ ഖുതുബയുടെ കിതാബാണ് പല നാടുകളിലും ഓതുന്നത്. ലോകത്ത് പല ഭാഗത്തും ചെന്നാൽ അതാണ്. യമനിൽ ചെന്നാൽ കാണാം, ഈജിപ്തിൽ ചെന്നാൽ കാണാം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നാൽ കാണാം, ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ശ്രീലങ്കയിലും ചെന്നാൽ നമുക്ക് കാണാം. നബാത്തുൽ മിസ്രി തങ്ങളുടെ ഖുതുബയാണ് അവർ ഓതുന്നത്. എന്താണ് അതിന്റെ കാരണം? നബാത്തുൽ മിസ്രി തങ്ങളുടെ ഖുതുബയുടെ മഹത്വം കൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവരുടെ സ്വപ്നത്തെ അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. നബാത്തുൽ മിസ്രി തങ്ങളോട് പറയുന്നു, യാ ഖതീബൽ ഖുതബാ, അങ്ങ് ഖുതാബക എല്ലാ ഖതീബുമാരെക്കാളും വലിയ ഖതീബാണ് എന്ന് പറഞ്ഞവരുടെ വായിലങ്ങ് തുപ്പിക്കൊടുക്കുന്നു. പിന്നീട് നബാത്തുൽ മിസ്രി തങ്ങൾ ആ വായിൽ നിന്ന് അടിച്ചു വീശുന്ന വാസന വല്ലാത്തൊരു സുഗന്ധമാണ്. ആ സുഗന്ധം നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതിയിട്ട് പിന്നീട് യാതൊരു ഭക്ഷണവും കഴിച്ചില്ല, ഒരു മുറുക്ക് വെള്ളം പോലും കുടിച്ചില്ല. ആ സുന്ദരമായ സുഗന്ധം അങ്ങ് അടിച്ചു വീശിക്കൊണ്ട് ഒരാഴ്ച കാലം കഴിഞ്ഞ് അവരതായി ലോകത്തോട് വിട പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ അടുക്കുകയും ദുനിയാവിൽ വെച്ച് സ്വപ്നത്തിൽ കാണാൻ അവസരം ലഭിച്ചവര് മാത്രമല്ല, യഖ്ദത്തിൽ തന്നെ കാണാൻ അവസരം ലഭിച്ചവര്, സ്വപ്നത്തിലല്ലാതെ തന്നെ നേരിട്ട് കണ്ട എത്രയോ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് തെക്കോട്ട് പോയാൽ കന്യാകുമാരി എന്ന് പറയുന്നൊരു പ്രദേശം, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ജില്ലയില് കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ തക്കല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആലിപ്പുലവർ എന്ന് പറയുന്ന ഒരു മഹാന്റെ മഖ്ബറയുണ്ട്. ആലിപ്പുലവർ എന്ന് പറയുന്ന ആള് പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുന്ന ആളാണ്. തമിഴ് ഭാഷയിൽ മുക്രിക്കയെ കുറിച്ചാണ് പുലവർ എന്ന് പറയുന്നത്. അവര് മിഅ്റാജ് മാല എന്ന് പറഞ്ഞൊരു മാല രചിച്ചു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കാവ്യമാണത്. മിഅ്റാജാണ് അതിൽ പറയുന്നത്. പള്ളിയിൽ വെച്ച് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇന്ന് സലാം പറഞ്ഞു. മുക്രിക്ക് വാത് പറഞ്ഞാൽ നിന്നാൽ ആളുകൾ അങ്ങനെ ഇരിക്കൂല, കാരണം അത് പതിവല്ല.
അദ്ദേഹം നിരാശനായി വീട്ടിന്റെ മുന്നിലേക്ക് പോയി. കുറച്ചാളുകളെല്ലാം വിളിച്ചുകൂട്ടി തന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് മാലവാടി പ്രസംഗിക്കാൻ ആരംഭിച്ചു. ആളുകൾ തടിച്ചുകൂടി കൂടി വന്നു. പിറ്റേ ദിവസം വീണ്ടും വീണ്ടും കൂടി വന്നു. അങ്ങനെ മിഅ്റാജിന്റെ രംഗങ്ങൾ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലാ. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ സംഭവം, ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിയ രംഗവും, അവിടുന്ന് ഖുബ്ബത്തുസ് സഖ്റായിൽ നിന്ന് 7-ാം ആകാശത്തേക്കും അവിടുന്ന് മേൽപോട്ടും കടന്നുപോയ സംഭവങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിശദീകരിച്ചുകൊണ്ട് അവസാനമതാ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുന്ന ഒരു രംഗം അങ്ങ് വിശദീകരിക്കുന്നു. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. അല്ലാഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുപ്പത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ച് വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുത്തതുപോലെ എന്തൊരടുപ്പമാണെന്ന് അങ്ങ് വിശദീകരിക്കുന്ന സമയത്തതാ ആ സദസ്സിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ സദസ്സിലുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കയ്യിലൊരു യാസ്മിൻ ചെണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടുന്ന് ആ മനുഷ്യൻ അങ്ങ് ചോദിക്കുന്നു, ഐന കുന്ത ഇദ്ദാ, ആലിപ്പുലവരെ നിങ്ങൾ ആ സമയത്ത് എവിടെയായിരുന്നു? ആലിപ്പുലവരുടെ കിതാബ് മടക്കി വെക്കുന്നു. അത് സഞ്ചിയിലിട്ടുകൊണ്ട് അദ്ദേഹം സദസ്സിലേക്ക് ഇറങ്ങി വന്ന് ആ ചെറുപ്പക്കാരനെ പിടിച്ചാലിംഗനം ചെയ്ത് ചുംബനം ചെയ്തുകൊണ്ട് അതാ അദ്ദേഹം വീട്ടിന്റെ ഉള്ളിലേക്ക് മടങ്ങിപ്പോകുന്നു. നേരം വെളുത്തപ്പോൾ സുബ്ഹി ബാങ്ക് കേൾക്കാനില്ല. ആലിപ്പുലവരുടെ മിഅ്റാജ് മാലയുടെ വിശദീകരണത്തിന്റെ ക്ലൈമാക്സിൽ നിന്ന് പോയിട്ട് ഇനി എന്നാണ് ഇതിന്റെ ബാക്കി കേൾക്കാൻ കഴിയുക എന്ന ബേജാറിലാണ് ആളുകൾ. സുബ്ഹിയുടെ ബാങ്ക് കേൾക്കാൻ അദ്ദേഹത്തിന്റെ ബാങ്ക് കേൾക്കുന്നില്ല. ആളുകൾ വന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ വീട്ടുകാരി പറയുന്നു, ഇന്നലെ അതാ എന്റെ ഭർത്താവ് ഒരൽപ്പം കർപ്പൂരമെടുത്ത് പൊടിച്ച് ശീലയിൽ പുരത്തിയിട്ട് കണ്ണിൽ വെച്ച് കെട്ടിയതാ 2 കണ്ണുകളും പൊട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറയുന്നു, എന്റെ കണ്ണുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചുവല്ലോ. ആഹാ കണ്ണുകൊണ്ട് എനിക്കിനി ദുനിയാവിൽ മറ്റൊന്നും കാണേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ എന്റെ 2 കണ്ണുകളും പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ആ നിരക്ക് വലിയ സ്നേഹത്തിന്റെ ഉടമകളായ ആശിഖുകളായ മഹാന്മാർ ഇന്നലത്തെ മിഅ്റാജിന്റെ മാല കേൾക്കാൻ വന്നത് മുത്തുനബി തങ്ങളായിരുന്നു. അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സുകളിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്നു, കാതുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നു. ഹറാമ് കാണുന്ന, ഹറാമിലേക്ക് നോക്കുന്ന, ദോഷങ്ങൾ നിരന്തരമായി ചെയ്യുന്ന നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാഹു ആ നിലക്കുള്ള കണ്ണുകളുള്ള സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അതുപോലുള്ള ആശിഖീങ്ങളായ മഹാന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ആരംഭ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തുമാറാകട്ടെ.
നമ്മുടെ എല്ലാ പാവങ്ങളും പുറത്ത് സ്വാലിഹീങ്ങളിൽ പെടുത്ത് ഈമാനോടെ മരിപ്പിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ അവൻ നമ്മെ പെടുത്തുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ സ്വലാത്തും ചൊല്ലിയതിനു ശേഷം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സദസ്സിലേക്ക് സംഭാവനകൾ ചെയ്തവര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ളവര്, ഈ സദസ്സിൽ ഹാജറായിട്ടുള്ളവര്, അവരുമായി ബന്ധപ്പെട്ടവരെല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ചെയ്യട്ടെ.